ആ ബാ 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 ഞാൻ തന്നെ അന്വേഷിച്ച് എവിടെയൊക്കെ നടന്നെന്നറിയാമോ? ഇയാള് പറഞ്ഞ സ്ഥലത്ത് പോകാനാ ഞാൻ വന്നത്. 300 रुपये हाथ में 300 രൂപയുണ്ടോ കയ്യില്? 300? അന്ന് 275 പറഞ്ഞ്. അതിൽ 15 രൂപ അഡ്വാൻസ് ആയി വാങ്ങിക്കുകയും ചെയ്തു. അതെ, എന്റെ കമ്മീഷന്റെ അഡ്വാൻസ് ആയിരുന്നു. രൂപ 275 അവിടെ കൊടുക്കണം. ഉണ്ടോ? ഉണ്ട്. ആ ചലോ. ആ പിന്നെ ഒരു കാര്യം, ഇതാരും അറിയരുത്. ഞാൻ വിവാഹിതനാകാൻ വേണ്ടി അല്ലത് ചെയ്യുന്നത്. വാർദ്ധക്യത്തെക്കാൾ നല്ലതാണല്ലോ ചെറുപ്പം എന്നുദ്ദേശിച്ച് മാത്രം ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു 15 രൂപ എടുക്കണം. അവിടെ ചെന്നിട്ട് തന്നാ പോരെ? പോരാ. അതേ ഒന്ന് ആട്ടോയിൽ കയറണം. എനിക്കിത് കഴിഞ്ഞ് വേറെ ജോലിയുണ്ട്. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്ന് ഹിന്ദുസ്ഥാനി പറയരുത്, ഞാൻ കുഴങ്ങിപ്പോവും. അയ്യോ, ഹിന്ദുസ്ഥാനി ഞാൻ പറയുന്നതല്ല, ഇങ്ങനെ നാഹീന്ന് പൊട്ടി പുറപ്പെടുന്നതാണ്. ചെയ്തവേ തിരിച്ചു വരുന്ന വരുത്തെന്ന് കാണണം. ഈ തഞ്ചിക്കാത്തുണ്ടോ? ഇനിയെങ്കിലും ഒന്ന് പറയാൻ മേലെ എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നെന്ന്. അതൊന്നും ഇപ്പൊ ഞാൻ പറയില്ല. തൽക്കാലം ഇവിടെ അടുത്തൊരു സ്ഥലമൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് പല സ്ഥലങ്ങളുണ്ട്. സെന്റ് ട്രീസാസ് കോളേജുണ്ട്, മഹാരാജാസ് കോളേജുണ്ട്, വയോജന വിദ്യാഭ്യാസ ക്ലാസ്സുണ്ട്, വിസ്ഡം ട്യൂട്ടോറിയൽ കോളേജുണ്ട്, പുല്ലപ്പള്ളി ഷാപ്പുണ്ട്. ഇതിലെങ്ങോട്ടാ കൊണ്ടുപോകണമെന്നൊന്ന് പറ. സ്ഥലം ഞാൻ പറയത്തില്ല. പക്ഷി സ്ഥലങ്ങളെ ചെന്ന് പറഞ്ഞാണ്. എന്നാ പിന്നെ തന്റെ സൗകര്യം പോലെ ഇഷ്ടമുള്ള എന്നെ ഒന്ന് ചെറുപ്പമാക്കി സന്ദേശം. ഏതായാലും പക്ഷി സാറിനെ ഒരു പഴിവാക്കി തരുന്നതായിട്ട് ഞാൻ അത് മതി. ഇതാണ് സ്ഥലം. ഞാനോ? ഞാൻ ഒറ്റയ്ക്കോ? ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വേണേ ഞാൻ കൂടെ വരാം. എറണാകുളത്തപ്പാ വക്കീൽ സാർ അന്തർജാം. ഞാൻ ഇവിടെ തന്നെ കാണണം. എനിക്ക് ആ ഒരു പരിചയമില്ലാത്ത ഏർപ്പാടാണ്. ഇവിടെ തന്നെ കാണുമെന്ന് ധൈര്യം വേണ്ടി പോണം. എറണാകുളത്തപ്പാ വരയ്ക്കല്ലേ? അസുഖമൊന്നുമില്ല. എന്താ കാരണവരെന്താ നോക്കുന്നത്? കാരണവരോ? ഞാൻ ആ കണ്ണപ്പൻ പറഞ്ഞ കാര്യത്തിന് വേണ്ടി വന്നതാ. ഏത് കാര്യം? 55 35 ആക്കി കുറയ്ക്കുന്ന കാര്യം. ഏത് കണ്ണപ്പനാ പറഞ്ഞത്? നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ണപ്പൻ പണം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണവർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇനി ഞാൻ വിശദീകരിക്കണം. നിങ്ങളിപ്പോ എന്നെ എന്താ വിളിച്ചത്? കാരണവരെന്നല്ലേ? പിന്നെ ഇനി ഈ ഭൂമുഖത്ത് എന്നെ അങ്ങനെ ആരും സംബോധന ചെയ്യരുത്. ആ പരുവത്തിലാക്കി എന്നെ ഇവിടെ നയിക്കണം. 35 25 15 ആയാലും വിരോധം. പണം എത്ര വേണമെങ്കിൽ തരാം. ആരും അറിയരുത്. ശരി, വരും. ഉണ്ടോ? ഇല്ലല്ലോ. തീപ്പൊടിയുണ്ടോ? എന്റെ ധർമ്മശാസ്താവേ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? 15 മിനിറ്റ് ഇവിടെ ഇരിക്കും, ഞാൻ വരാം. 15 മിനിറ്റ് കഴിയുമ്പോ തന്നെ വന്നേക്കണേ, എന്നെ ചതിക്കരുത്. ഭഗവാനെ, അയ്യപ്പാ, കണ്ണപ്പൻ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാ തോന്നണേ. എന്നാലും ഒന്ന് ചെറുപ്പമായി കിട്ടൂലോ.
അയ്യപ്പാ ധർമ്മശാസ്ത്രാവിൽ ഇല്ല എന്ത് ചെയ്യണതിനും വിരോധമില്ല. പക്ഷെ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ട് ചെയ്തു. അത്രയ്ക്ക് സഹായമെങ്കിലും ചെയ്തുകൂടെ? താങ്ക് യു മാഡം. ഏയ് കണ്ണപ്പാ ഇവാ. നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ അഡ്വക്കേറ്റ് പഴയ ശങ്കരപ്പണിക്കർ തന്നെയാണ്. 35 വയസ്സ് തോന്നിക്കില്ല, 25 വയസ്സേ തോന്നിക്കുള്ളൂ എന്നാ ആ പെൺകുട്ടി പറഞ്ഞു. 30 വർഷമാണ് നമുക്ക് ലാഭം. തന്റെ മുഖത്തിനെന്തൊരു വല്ലായ്മ? താൻ മദ്യപിച്ചോ? വാ, നാട്ടുകാർ എന്നെ കൺകൊള്ളൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കട്ടെ. എനിക്കും നാട്ടുകാരുടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാണ്ട്. വാ, 25 വർഷമല്ലേ കുറഞ്ഞു കിട്ടിയിരിക്കുന്നത്. അവിടെ നിർത്താൻ ഒക്കൂല വക്കീൽ സാറേ. നിർത്ത്. ഭീമ, വെരി ഗുഡ്.